ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിതവിടെ 2 കളർ യാൺസ് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ 3mm ക്രോഷ്യോ ഹുക്കും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു റെഡ്, അതിലൊരു ഓഫ് വൈറ്റ്, അതായത് മെറൂണും ഓഫ് വൈറ്റുമാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. മെയിൻ മെറൂണാണ്. ഓഫ് വൈറ്റിൻ്റെ ചെറിയൊരു ഔട്ട്ലൈൻ സെൻറ്ററിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ഹെക്സഗൺ ഡോയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടാട്ടോ നമ്മളിപ്പോൾ യാൺസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തുടങ്ങണത്. നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം ഞാനൊരു മാജിക് റിങ് ചെയ്തു. ഇനി 18 ഡബിൾ ക്രോഷ്യേസ് ചെയ്യാം. 3 ചെയിൻ ഇടുക, 17 ഡബിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കുക. +1 ആ 3 ചെയിൻ, അതടക്കം 18 ഡബിൾ ക്രോഷ്യ നമ്മൾ ആ മാജിക് റിങ്ങിൽ ചെയ്തെടുക്കുക. ഏതൊരു പാറ്റേണിലും നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവും. അപ്പോൾ ആ കറക്റ്റ് അതുപോലെ തന്നെ നമ്മളെ എണ്ണമൊക്കെ റെഡി ആണെങ്കിൽ നമുക്കത് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഓരോ ഡബിൾ ക്രോഷ്യേസും കറക്റ്റായിട്ട് നമ്മൾ എണ്ണിയിട്ട് നോക്കിയിട്ട് ചെയ്തെടുക്കുക. അതിപ്പോൾ 18 ഉള്ളത് 16 15 അല്ലെങ്കിൽ 17 ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അയച്ചിട്ട് വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റ് കാൽക്കുലേഷൻസ് ഒക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളത് 2 പ്രാവശ്യം ചെക്ക് ചെയ്യുക. ഓക്കെ, നമ്മളിവിടെ ഒരു 18 ഡബിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കാം. 18 ഡബിൾ ക്രോഷ്യേസ് ആട്ടോ. കാരണം ഹെക്സഗൺ എന്നല്ലേ പറഞ്ഞത്. ഹെക്സഗൺ നമുക്കറിയാം 6 പാർട്സാണ്. അപ്പോൾ 3 വെച്ചിട്ട് നമുക്ക് 6 പാർട്ടാക്കണമെങ്കിൽ 6ൻ്റെ ടേബിൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. 6 × 3 18. അങ്ങനെയാണ് നമുക്കിവിടെ 18 ഡബിൾ ക്രോഷ്യേസ് വന്നത്. നമുക്ക് 6 പാർട്സ് ആക്കണമെങ്കിൽ 18 ഡബിൾ ക്രോഷ്യേസ് വേണം. അപ്പം നമുക്ക് ആ 18 ഡബിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ 18 ഡബിൾ ക്രോഷ്യേസ് ചെയ്തെടുത്തു. ആ എക്സസ് യാണൊക്കെ നല്ലോണം ടൈറ്റൻ ചെയ്ത് പിടിച്ചു. ഇനി ആ 3rd ചെയിനിലേക്ക് നമുക്കൊരു സ്ലിപ്പ് ഇട്ടിട്ട് ആ റൗണ്ട് ക്ലോസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ആ 18 ഡബിൾ ക്രോഷ്യേൻ്റെ മേലെ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് റൗണ്ട് നമ്മൾ ആദ്യം ഒരു 3 ചെയിൻസ് ഇടുക. ആ സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യോട് ചെയ്തെടുക്കാം. ഓക്കെ, ഒരേ ആ 3 ചെയിൻ ചെയ്ത സ്പേസിൽ തന്നെ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. നെക്സ്റ്റ് സ്പേസിൽ എന്ത് ചെയ്യുക, നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി അടുത്ത സ്പേസിൽ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ. ആദ്യത്തെ 2 ഡബിൾ ക്രോഷ്യ, സെൻറ്ററിൽ ഒരു ഡബിൾ ക്രോഷ്യ, പിന്നെ ഒരു 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഒരു ചെയിൻ ഇടുക. ഉണ്ടോ, 2 1 2. അങ്ങനെ നമുക്ക് എത്ര എണ്ണം കിട്ടി? 5 ഡബിൾ ക്രോഷ്യേസ് കിട്ടി. ഇനി നമ്മളൊരു ചെയിൻ ഇടുക. അങ്ങനെ നമ്മൾ ഒരു സെറ്റ് റെഡിയായി. ഇങ്ങനത്തെ 6 സെറ്റ്സ് നമ്മൾ ചെയ്തെടുക്കുക. വീണ്ടും 2 ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ. അതായത് 2 ഡബിൾ ക്രോഷ്യ വരുന്ന ഒരു ഇൻക്രീസ്, ദെൻ ഒരു ഡിക്രീസ്, ദെൻ ഒരു ഇൻക്രീസ്. അങ്ങനെ നമ്മൾ അടുത്ത സെറ്റും ചെയ്തെടുത്തു. അങ്ങനെ നമ്മൾ 6 സെറ്റ്സ് ചെയ്തെടുക്കുക. അതായത് 6 പാർട്സ് അല്ലേ ഒരു ഹെക്സഗണിന്. അപ്പോൾ ആ 6 പാർട്സ് നമ്മൾ ഓരോരോ ഭാഗം 2 ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ എന്നുള്ളതിൽ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ആ റൗണ്ട് ഇവിടെ ഫിനിഷ് ചെയ്തു. മൂന്നാമത്തെ റൗണ്ട്, അടുത്ത റൗണ്ടിൽ നമ്മൾ വീണ്ടും ആ ഫസ്റ്റ് ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ, സെൻറ്ററിൽ വരുന്ന നേരത്തെ 5 എണ്ണല്ലേ, അപ്പോൾ അതിന് 3 എണ്ണം കിട്ടും. ആ 3 എണ്ണത്തിൽ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ലാസ്റ്റത്തേലും 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഒരു ഇൻക്രീസ് ചെയ്യുക. ഫസ്റ്റ് ഒരു ഇൻക്രീസ്, ലാസ്റ്റ് ഒരു ഇൻക്രീസ്. സെൻറ്ററിൽ സെയിം ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. ഒരു ചെയിൻ ഇടുക, 2 ചെയിൻസ് ഇടുക. വീണ്ടും അടുത്ത ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സെറ്റിൻ്റെ മേലെ ഇതേപോലെ തന്നെ 2 ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, വീണ്ടും 2 ഡബിൾ ക്രോഷ്യ. അതായത് നമ്മൾ 2 സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും ചെയിൻസിൽ 2 ഡബിൾ ക്രോഷ്യ വീതവും സെൻറ്ററിൽ ഓരോ ഡബിൾ ക്രോഷ്യേസേ ചെയ്യുന്നുള്ളൂ.
ഓക്കെ, നമുക്ക് ഈ ഒരു റൗണ്ട് ഫുള്ള് ഇതുപോലെ ചെയ്തെടുത്തിട്ട് വരാം. ഓരോ സെറ്റ് കഴിഞ്ഞാലും 2 ചെയിൻസ് ഇടണം കേട്ടോ. ഫസ്റ്റത്തെ റൗണ്ട് നമ്മൾ ഒരു ചെയിൻ ഇട്ടു, സെക്കൻഡ് ഇപ്പോൾ ഈ രണ്ടാമത്തെ റൗണ്ട് ചെയ്യുമ്പോൾ 2 ചെയിൻസ് ഇടുക. അത് നമുക്കത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മളിത് ആ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ആ തേർഡ് ചെയിനിലേക്ക് സ്ലിപ്പ് ഇട്ടിട്ട് ആ റൗണ്ട് ക്ലോസ് ചെയ്യാം. വീണ്ടും നെക്സ്റ്റ് റൗണ്ട് 3 ചെയിൻസ്, സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യോട് ചെയ്യുക. സെൻറ്ററിലൊക്കെ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. ലാസ്റ്റ് ചെയിനിലും 2 ഡബിൾ ക്രോഷ്യ, അതായത് ഒരു ഇൻക്രീസ്. ഫസ്റ്റും ലാസ്റ്റും ഓരോ ഇൻക്രീസ്, സെൻറ്ററിലൊക്കെ സെയിം ഒരേപോലെ ഒരു ഡി സി മാത്രം. ആദ്യം നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ട് സെൻറ്ററിൽ സ്റ്റില്ലാക്കി വീണ്ടും ഡിക്രീസ് ചെയ്തിട്ട് 3-ലെത്തിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് വരിക. ഒരു നമ്മളെ ഡയമണ്ട് ഷേപ്പിലാണ് ഓരോ പീസും കിട്ടുക. വീണ്ടും 2 ചെയിൻസ് ഇട്ടു. അടുത്ത സെറ്റിൽ ഇതേപോലെ തന്നെ 2 ഡബിൾ ക്രോഷ്യ, സെൻറ്ററിലൊക്കെ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ലാസ്റ്റിലും 2 ഡബിൾ ക്രോഷ്യ. അങ്ങനെ ആ റൗണ്ട് ഫുൾ. എന്നിട്ട് 2 ചെയിൻസ് ഇടുക. എന്നിട്ട് അടുത്ത പീസ് ചെയ്യുക. അങ്ങനെ ഓരോരോ പാർട്സും ചെയ്തെടുക്കുക. അങ്ങനെ ഞാനിത് അവിടെ ആ റൗണ്ടും കംപ്ലീറ്റ് ചെയ്തെടുത്തു. വീണ്ടും 3 ചെയിൻസ് ഇട്ടു. നമ്മളൊരു ഇൻക്രീസ് ചെയ്തു. സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യോടെ ചെയ്തെടുക്കുക. അടുത്ത സ്പേസുകളിലൊക്കെ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ലാസ്റ്റിലും അതേപോലെ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. സിമ്പിൾ പാറ്റേൺ ആണ്, പക്ഷെ നമ്മളെ എണ്ണങ്ങളൊക്കെ കറക്റ്റായിരിക്കണം. എന്തേ കാരണത്താൽ നമ്മൾ ഫസ്റ്റ് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുള്ളെങ്കിൽ നമ്മൾ ആകെ എല്ലാം തെറ്റിപ്പോവും. കാരണം ഓരോ സ്ഥലത്ത് നമ്മളിത് 3ൻ്റെ ടേബിളായിട്ടാണ് ഇത് ഫുള്ള് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും കറക്റ്റായിട്ടില്ലെങ്കിൽ എണ്ണം തെറ്റി എല്ലാ ചെയിൻസിലും കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നില്ലെന്നൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തണം. ഏതെങ്കിലും സെൻറ്ററിലെങ്ങാനും ഒരു ഡബിൾ ക്രോഷ്യ വിട്ടുപോയാലും നമ്മൾ കാൽക്കുലേഷൻസ് ഒക്കെ തെറ്റും. പിന്നെ 3 ചെയിൻസ് ഇട്ടു. വീണ്ടും അടുത്ത പീസിലും ഒരു 2 സൈഡിലും 2 ഡബിൾ ക്രോഷ്യ, സെൻറ്ററിൽ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കും. നമ്മൾ ആ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തു. അടുത്ത റൗണ്ട് ഇൻക്രീസ് തന്നെയാണ്. ഫസ്റ്റിലും ലാസ്റ്റിലും 2 ഡബിൾ ക്രോഷ്യ വീതം, സെൻറ്ററിൽ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 3 ചെയിൻസ് ഇടുക. ഒരു സെറ്റ് കഴിഞ്ഞ് അടുത്ത സെറ്റിലേക്ക് പോകുമ്പോൾ 3 ചെയിൻസ് ഇടുക. നമ്മൾ അവിടെ വരെ ചെയ്തെടുത്തു. ഇനി അടുത്ത സെറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു 3 ചെയിൻസ് ഇടുക. 1 2 3 ചെയിൻസ് ഇടുക. ദെൻ അടുത്ത സെറ്റ് ചെയ്തെടുക്കുക. ആദ്യത്തെ ഫസ്റ്റും ലാസ്റ്റും 2 ഡബിൾ ക്രോഷ്യ, സെൻറ്ററിൽ ഒരു ഡബിൾ ക്രോഷ്യ. അത് നമുക്ക് ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. നമ്മൾ ആ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ തേർഡ് ചെയിനിലേക്ക് സ്ലിപ്പിട്ട് ക്ലോസ് ചെയ്യാം. ഇനി അടുത്ത റൗണ്ട് ചെയ്യാം. 3 ചെയിൻസ് ഇടുക. വീണ്ടും ഒരു ഇൻക്രീസും കൂടെ ചെയ്യുക. അതായത് ആ സെയിം സ്പേസിൽ ഒരു ചെയിനും കൂടെ ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്യുക. സെൻറ്ററിലൊക്കെ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ലാസ്റ്റിലും സെയിം 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഫസ്റ്റും ലാസ്റ്റും 2 ഡബിൾ ക്രോഷ്യ, സെൻറ്ററിൽ ഒരു ഡബിൾ ക്രോഷ്യ. നമ്മൾ ഇൻക്രീസ് കഴിയണവരെ ഇതേപോലെ തന്നെ ഫസ്റ്റും ലാസ്റ്റും ഇൻക്രീസ് ചെയ്യും. സെൻറ്ററിൽ അതേപോലെ ആയിരിക്കും കേട്ടോ. ചെയിൻസിൻ്റെ എണ്ണത്തിന് വരുമ്പോൾ ചെറിയ മാറ്റങ്ങളേ വരുള്ളൂ. നമുക്കത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഓരോ ഡബിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോണതിൻ്റെ മുമ്പ് എത്ര ചെയിൻസാണ് ഇടേണ്ടതെന്ന് പറഞ്ഞുതരാം. അങ്ങനെ ലാസ്റ്റ് ഡബിൾ ക്രോഷ്യയിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. 1 2 3 4. ഈ റൗണ്ടിൽ നമ്മൾ 4 ചെയിൻസ് ഇട്ടു. ഇനി അടുത്ത സെറ്റ് ചെയ്യാൻ പോവാണ്. 2 ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ. അങ്ങനെ ലാസ്റ്റത്തെ ചെയിനിലും 2 ഡബിൾ ക്രോഷ്യ. നമുക്ക് ഓരോ പീസായിട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിതവിടെ അതും കംപ്ലീറ്റ് ചെയ്തു. അടുത്ത റൗണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
3 ചെയിൻസ് ഇടുക, ഒരു ഇൻക്രീസ് ചെയ്യുക. ഈ ഒരു റൗണ്ടും കൂടെ നമുക്ക് ഇൻക്രീസ് തന്നെയാട്ടോ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 4 ചെയിൻസ് തന്നെയാണ് ഈ റൗണ്ടിൽ ഇടുന്നത്. 1 2 3 4. നേരത്തെ റൗണ്ട് പോലെ തന്നെ സെയിം ഇവിടെയും 4 ചെയിൻസ് ആട്ടോ ഇടുന്നത്. അടുത്ത സെറ്റും ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ആ റൗണ്ട് ഫുള്ള് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ആ റൗണ്ട് ഇതവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് യാൺ ചേഞ്ച് ചെയ്യാം. നമ്മൾ ആ മെറൂണിന് കുറച്ചും കൂടി ഒരു ഹൈലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഓഫ് വൈറ്റ് ആഡ് ചെയ്യാം. ഈ ഒരു റൗണ്ട് മാത്രം ഓഫ് വൈറ്റിൽ ചെയ്തെടുക്കാം. അങ്ങനെ ഓഫ് വൈറ്റ് യാണ് ഞാനിതവിടെ അറ്റാച്ച് ചെയ്തു. അടുത്തതിലേക്ക് സ്ലിപ്പ് ഇട്ടെടുത്തു. വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ. ഈ റൗണ്ട് തൊട്ട് നമ്മളിനി ഡിക്രീസ് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് ഓരോ ചെയിൻസിലും ഓരോ ഡബിൾ ക്രോഷ്യ മാത്രമേ വരുള്ളൂ. ഇൻക്രീസ് ഇല്ല, ഡിക്രീസിങ് ആണ്. അപ്പം നമുക്ക് ആദ്യത്തെ ചെയിനിൽ നമ്മളെപ്പോഴും 2 ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ഈ റൗണ്ടിൽ ചെയ്യുന്നുള്ളൂ. എല്ലാ ചെയിൻസിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം മാത്രം നമുക്ക് ചെയ്തെടുക്കാം. നോക്കിയാലോ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഓരോ ചെയിൻസിലും നിങ്ങൾക്ക് ആ ഓഫ് വൈറ്റ് വന്നതുകൊണ്ട് കുറച്ചും കൂടെ ചെയിൻസൊക്കെ നല്ലോണം മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്പേസിലും എന്ത് ചെയ്തു, നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഫസ്റ്റും ലാസ്റ്റും ഒരു ഡബിൾ ക്രോഷ്യ സെൻറ്ററിൽ 5 ചെയിൻസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് പീസും ഇതേപോലെ തന്നെ എല്ലാ ചെയിൻസിലും ഓരോ ഡബിൾ ക്രോഷ്യ മാത്രം ചെയ്തെടുക്കുക. 5 ചെയിൻസ് ഇടുക, 5 ചെയിൻസ് ഇടുക, അടുത്ത സെറ്റ് ചെയ്യുക. അങ്ങനെ ആ റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. നമുക്ക് നോക്കിയാൽ എങ്ങനെയാണ് ചെയ്യാം. ഓരോ റൗണ്ട്സും നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് വരാം. അങ്ങനെ നമ്മളത് ആ റൗണ്ടും കംപ്ലീറ്റ് ചെയ്ത് നല്ല ഭംഗിയില്ലേ ആ ഓഫ് വൈറ്റ് വന്നപ്പോൾ. ഇനി വീണ്ടും നമ്മൾ ആ മെറൂൺ കളർ തന്നെ അറ്റാച്ച് ചെയ്തിട്ട് ബാക്കി ഭാഗം കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇവിടെ തൊട്ട് നമ്മൾ ഡിക്രീസ് ചെയ്യാൻ പോവാട്ടോ. നേരത്തെ നമ്മൾ ഡിക്രീസ് ചെയ്തു, കാരണം ഫുൾ ഒറ്റ ഡബിൾ ക്രോഷ്യേസ് അല്ലേ ചെയ്തിട്ടില്ലായിരുന്നു. ഇവിടെയും അങ്ങനെ തന്നെ. ഇവിടെ നമ്മളിനി ഈ റൗണ്ടിൽ നമുക്ക് ഫസ്റ്റും ലാസ്റ്റിലും 2 ഡബിൾ ക്രോഷ്യ ടുഗദേഴ്സ് വരും. 2 ഡബിൾ ക്രോഷ്യ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ ആ ഷേപ്പ് റെഡിയാക്കി കൊണ്ടുവരികയും ചെയ്യുക. നമ്മൾ ഡബിൾ ക്രോഷ്യേൻ്റെ എണ്ണം കുറച്ച് കൊണ്ടുവരും. അങ്ങനെ ഫസ്റ്റ് 3 ചെയിൻസ് ഇട്ടു. അടുത്ത സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. അടുത്ത സ്പേസിലും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അടുത്ത സ്പേസിലും ഡബിൾ ക്രോഷ്യ ചെയ്യുക. നമുക്ക് ഓരോ ആ ലാസ്റ്റത്തെ 2 ഡബിൾ ക്രോഷ്യ എത്തുന്ന വരെയുള്ള എല്ലാ ഡബിൾ ക്രോഷ്യകളിലും നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ നമ്മളിത് ആ ലാസ്റ്റത്തെ 2 ഡബിൾ ക്രോഷ്യ എത്താണ്. ഇനി നമുക്കൊരു ഡിക്രീസ് ചെയ്യും. ആദ്യത്തെ ഒരു ഡബിൾ ക്രോഷ്യേൻ്റെ ഹാഫ് ചെയ്ത് വയ്ക്കുക. അടുത്തതിലും നമ്മൾ ഹാഫ് ചെയ്യുക. ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന 3 ലൂപ്സ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നായിട്ട് എടുക്കുക. എന്നിട്ട് 2 ചെയിൻ ഇടുക. അങ്ങനെ ഫസ്റ്റും ലാസ്റ്റും നമ്മൾ ഓരോ ഡിക്രീസ് ചെയ്യും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന 5 ചെയിൻസിൻ്റെ സെൻറ്ററിൽ 3rd ചെയിനില്ലേ, അതിൽ കൂടെ ആണെടുത്തിട്ട് ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യുക, ഒരു ചെയിൻ ഇടുക. അങ്ങനെ 6 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഓരോ ഡബിൾ ക്രോഷ്യ കഴിഞ്ഞാലും ഓരോ ചെയിൻസ് വീതം ഇടുക. അങ്ങനെ 6 ഡബിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കുക. 6ാമത്തെ ഡബിൾ ക്രോഷ്യ കഴിഞ്ഞാലും വീണ്ടും നമ്മൾ 2 ചെയിൻസ് ഇടുക. വീണ്ടും നെക്സ്റ്റ് സെറ്റിൻ്റെ ഡിക്രീസ് ചെയ്യുക. പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റത്തെ ഡബിൾ ക്രോഷ്യേൻ്റെ ഹാഫ് ചെയ്ത് വെക്കുക. സെക്കൻഡ് ഡബിൾ ക്രോഷ്യേൻ്റെ ഹാഫ് ചെയ്യുക. നമുക്ക് ലാസ്റ്റ് ഒരു 3 ലൂപ്സ് കിട്ടും. ആ 3 ലൂപ്പ് കൂടി നമ്മൾ യാൺ എടുക്കുക. നമുക്കത് ഒരൊറ്റ ഡബിൾ ക്രോഷ്യ ആയിട്ട്
കിട്ടും. രണ്ടെണ്ണം നമ്മൾ എന്ത് ചെയ്യുക, 2DC ടുഗദർ ചെയ്യുക. വീണ്ടും നമ്മൾ ആ ഡിക്രീസ് ചെയ്യാണ്. ദെൻ ആ സെൻറ്ററിൽ വരുന്ന എല്ലാ ഡബിൾ ക്രോഷ്യേസിലും നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ലാസ്റ്റ് ഒരു ഡിക്രീസ് ചെയ്യുക. ദെൻ ആ 5 ചെയിൻസിൽ തേർഡ് ചെയിനിൽ 6 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യ കഴിഞ്ഞാൽ ഒരു ചെയിൻ. അങ്ങനെ നമ്മളത് ആ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാൻ പോവാണ്. ആ റൗണ്ടിൽ ഇതേപോലെ ഡിക്രീസ് തന്നെയാണ് ഫസ്റ്റ് വരിക. കാരണം നമ്മൾ നൂല് കുറച്ചും കൂടി നീക്കിക്കൊണ്ട് നമുക്ക് ആദ്യം 3 ചെയിൻസ് ചെയ്യും. ദെൻ ഡബിൾ ക്രോഷ്യ കഴിഞ്ഞ് ലാസ്റ്റ് ആ റൗണ്ട് എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഡിക്രീസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്നറിയാം, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാനിവിടെ 3 ചെയിൻസ് ചെയ്തു. അടുത്തതിലൊക്കെ നമ്മൾ ഓരോ സെൻറ്ററിൽ വരുന്ന ഡബിൾ ക്രോഷ്യേസിൽ അതാട്ടോ ഫസ്റ്റ് ചെയ്യുന്നത് ഇവിടെ. നമ്മൾ ആ സെൻറ്ററിലെ ഡബിൾ ക്രോഷ്യേസിലൊക്കെ ഓരോ ഡബിൾ ക്രോഷ്യേസ് വീതം ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് ലാസ്റ്റത്തെ 2 എണ്ണം ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് എടുക്കണം. അപ്പോൾ ഫസ്റ്റത്തേൽ നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് വെക്കുക. സെക്കൻഡ് കൂടെ യാണ് എടുത്തിട്ട് അതിലും ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ടോട്ടൽ ലൂപ്സ് ബാക്കി വരുന്നതിലൊക്കെ കൂടെ ഒരുമിച്ച് എടുക്കുക. വീണ്ടും 2 ചെയിൻസ് ഇടുക. എന്നിട്ട് നമ്മൾ നേരത്തെ ആ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തൊരു ചെയിൻ ഇട്ടുണ്ടായിരുന്ന സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ ഒരു ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക, ഒരു ചെയിൻ ഇടുക. അങ്ങനെ ഓരോ സ്പേസിലും 2 ഡബിൾ ക്രോഷ്യ ഒരു ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ ഒരു ചെയിൻ എന്നുള്ള രീതിയിൽ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ആ ഓരോ 6 സ്പേസിലും 2 ഡബിൾ ക്രോഷ്യേസ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് 2 ചെയിൻസ് ഇട്ടിട്ട് അടുത്ത സെറ്റിലും ഡിക്രീസ് ചെയ്യുക. വീണ്ടും അടുത്ത സ്പേസിൽ ഇതുപോലെ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക, 2 ചെയിൻ ഇടുക. അങ്ങനെ ചെയ്ത് ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. വീണ്ടും അതൊരു ഡിക്രീസ് ചെയ്തു. നമ്മൾ ആ റൗണ്ടും കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇത് ഞാൻ ആ റൗണ്ട് ഇതവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടോ. നമുക്ക് അടുത്ത റൗണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനതവിടെ ഡിക്രീസ് ചെയ്തിട്ട് ലാസ്റ്റ് ആട്ടോ. അടുത്ത റൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് 3 ചെയിൻസ് ഇട്ടു. വീണ്ടും ലാസ്റ്റിൽ ഡിക്രീസ് വരെ ചെയ്തു. ആ ഡിക്രീസ് ഇതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് 2 ചെയിൻസ് ഇട്ടു. എന്നിട്ട് നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്തതിൻ്റെ ഫസ്റ്റത്തെ ഡബിൾ ക്രോഷ്യയിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. സെക്കൻഡത്തെ ഡബിൾ ക്രോഷ്യയിലും 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് ഒരു ചെയിൻ ഇടുക. വീണ്ടും അടുത്ത 2 ഡബിൾ ക്രോഷ്യയിൽ ഓരോന്നിലും 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക, ഒരു ചെയിൻ ഇടുക. അങ്ങനെ ആ സെറ്റ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ദെൻ അടുത്ത സെറ്റിൽ നമ്മൾ ഫസ്റ്റ് ഡിക്രീസ് ചെയ്യുക, സെൻറ്ററിൽ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക, ലാസ്റ്റ് ഒരു ഡിക്രീസ് ചെയ്യുക. ഇതേപോലെ 2 ഡബിൾ ക്രോഷ്യൻ്റെ മേലെ ഓരോ ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക. 2 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് 2 ഡബിൾ ക്രോഷ്യ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളിത് ആ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി വീണ്ടും 3 ചെയിൻസ് ഇടുക. ലാസ്റ്റിൽ ഡിക്രീസ് വരെയുള്ള സ്പേസിൽ നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യേസ് വീതം ചെയ്തെടുക്കുക. ലാസ്റ്റ് 2 ചെയിൻസിലും കൂടെ ഒരു ഡിക്രീസ്. ദെൻ വീണ്ടും നെക്സ്റ്റ് ആ ചെറിയ ആർച്ചിലെത്തും. അവിടെ ഇങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമുക്ക് ഡബിൾ ക്രോഷ്യേസ് ചെയ്തിട്ട് വരാം. ഇനി നമ്മൾ ഡിക്രീസ് ചെയ്യുക. 2 ചെയിൻസ് ഇടുക. ഇനി നേരത്തെ നമ്മൾ 4 ഡബിൾ ക്രോഷ്യ ചെയ്തോ, ഓരോ ഡബിൾ ക്രോഷ്യൻ്റെ മേൽ ഓരോ ഡബിൾ ക്രോഷ്യ മാത്രം ചെയ്യുക ഈ റൗണ്ടിൽ. എന്നിട്ട് ഓരോ ഇത് കഴിയുമ്പോൾ ഒരു ചെയിൻ ഇടുക. 4 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞ് ഒരു ചെയിൻ ഇടുക. വീണ്ടും 4 ഡബിൾ ക്രോഷ്യ, പിന്നെ ഒരു ചെയിൻ. അങ്ങനെ
ആ ഒരു പീസ് ഫുള്ള് ചെയ്തെടുക്കുക. ദെൻ വീണ്ടും ആ നെക്സ്റ്റ് പാർട്ടിൻ്റെ ഡിക്രീസ് ചെയ്യുക, ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക. അങ്ങനെ നമുക്ക് ആ റൗണ്ടും ചെയ്തെടുക്കാം. അതേപോലെ ഓരോരോ സ്ഥലത്ത് നമ്മൾ ചെയ്തിട്ട് വരിക. ദെൻ ആ ഡിക്രീസ് കറക്റ്റ് അവിടെയും ഡിക്രീസ് ചെയ്യുക. ആ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ വീണ്ടും ഡിക്രീസ് തന്നെ ആദ്യം നമ്മൾ 3 ചെയിൻസ് ചെയ്തു. ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ട സ്ഥലത്തൊക്കെ ഒരു ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ലാസ്റ്റ് നമ്മളൊരു ഡിക്രീസ് ചെയ്യുക. ദെൻ 2 ചെയിൻസ് ഇടുക. നമുക്ക് ഓരോ ഡബിൾ ക്രോഷ്യേസും ചെയ്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റിൽ ഒരു ഡിക്രീസ് ചെയ്യുക. നമ്മൾ ഡിക്രീസാണ്. ദെൻ 2 ചെയിൻസ് ചെയ്യുക. നെക്സ്റ്റ് ദെൻ നമ്മൾ നേരത്തെ ആ 4 ഡബിൾ ക്രോഷ്യ ചെയ്തില്ലേ, അതിൻ്റെ മേലെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ദെൻ ഒരു ചെയിൻ ഇടുക. വീണ്ടും അതായത് നമ്മൾ 2 സെറ്റാക്കി 4 എണ്ണം ഒരുമിച്ച് ചെയ്തില്ലേ, പിന്നെ 2 എണ്ണം ഒരു ചെയിൻ, 2 എണ്ണം ഒരു ചെയിൻ ഇടുക. ദെൻ വീണ്ടും അടുത്ത പീസും അതേപോലെ തന്നെ ആദ്യത്തെ ഒന്നിലും രണ്ടാമത്തെ ഒന്നിലും ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ചെയിൻ ഇടുക. ദെൻ വീണ്ടും 2 എണ്ണത്തിൽ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യുക, ഒരു ചെയിൻ ഇടുക. അങ്ങനെ ഓരോ സ്പേസിലും നമ്മൾ ചെയ്തെടുക്കുക. ദെൻ വീണ്ടും 2 ചെയിൻസ് ഇടുക. നെക്സ്റ്റ് പീസിൻ്റെ ഡിക്രീസ് ചെയ്യുക. നമുക്ക് ആ റൗണ്ടും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിത് ആ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തു. അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. ഡീറ്റെയിൽ വീഡിയോ തന്നെയാണ്, എങ്കിലും ഓരോ സ്പേസും അങ്ങനെ കറക്റ്റായിട്ട് കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്തെങ്കിലും ഡൗട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. നമ്മൾ അടുത്ത റൗണ്ടിലും ചെയ്തെടുത്തു. ദെൻ ഇനി ആ ഡബിൾ ക്രോഷ്യേസിൻ്റെ പീസിലൊക്കെ ഡബിൾ ക്രോഷ്യ ചെയ്തു, ഒരു ഡിക്രീസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ആ ഒരു 2 ഡബിൾ ക്രോഷ്യ ചെയ്തതിൻ്റെ മേലെ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക, 2 ചെയിൻ ഇടുക. നേരത്തെ നമ്മൾ ഒരു ചെയിനിലിട്ട് ഇവിടെ 2 ചെയിൻ ഇടുക. ഈ റൗണ്ടിൽ വീണ്ടും നെക്സ്റ്റ് പീസിൽ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്തു, ഒരു ചെയിൻ ഇടുക. അതായത് ആ ഫസ്റ്റത്തെ 2 സെറ്റ് 2 എണ്ണം കഴിഞ്ഞ് ഒരു ചെയിനാട്ടോ. ആദ്യം ഒന്നിലേക്ക് നമ്മൾ 2 ചെയിൻ ഇട്ടു, ദെൻ ഒരു ചെയിൻ, വീണ്ടും 2 എണ്ണം ചെയ്തു, 2 ചെയിൻസ് ഇട്ടു, 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ ഒരു ചെയിനാട്ടോ ഇടേണ്ടത്, മാറിപ്പോരുതേ. നമ്മൾ 2 എണ്ണം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വല്ലാതെ ആ ഒരു പാറ്റേൺ ഭംഗിയില്ലാതെ ഇപ്പോൾ. ആ കറക്റ്റ് എണ്ണം തന്നെ ആയിരിക്കണം. നമുക്കത് അടുത്ത റൗണ്ട് കഴിഞ്ഞാൽ ആ കറക്റ്റ് ഇത് ഷേപ്പിലായിട്ട് വരുള്ളൂ. നമുക്കത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ആ റൗണ്ട് ഇതവിടെ കംപ്ലീറ്റ് ചെയ്തു. വീണ്ടും ഒരു റൗണ്ടും കൂടെ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യാം. ഇനി നമുക്ക് 3 ഡബിൾ ക്രോഷ്യേസേ ഉണ്ടാവുള്ളൂ. ഒരു ഡിക്രീസ്, ഒരു ചെയിൻ, ഒരു 3 ചെയിൻസ് ഇട്ടു, പിന്നെ ഒരു ഡിക്രീസ്, ഫസ്റ്റത്തെ ഒരു ഡിക്രീസും. ദെൻ അടുത്ത 2 ചെയിൻസ് ഇടുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യത്തെ ഡബിൾ ക്രോഷ്യേൻ്റെ മേലെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യേൻ്റെ മേലെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, 2 ചെയിൻസ് ഇടുക. വീണ്ടും 2 സിംഗിൾ ഡബിൾ ക്രോഷ്യ ചെയ്യുക, ഒരു ചെയിൻ ഇടുക. അങ്ങനെ ആ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ആ സ്പേസിൽ നമുക്ക് 3 ഡബിൾ ക്രോഷ്യ, ഫസ്റ്റ് ഒരു ഡിക്രീസ് വരും, ദെൻ ഒരു ഡബിൾ ക്രോഷ്യ, ദെൻ ഒരു ഡിക്രീസ്. അങ്ങനെ 3 ഡബിൾ ക്രോഷ്യ ആയിട്ട് കുറഞ്ഞു വരും. നമ്മൾ ഫസ്റ്റ് എത്രയായിരുന്നോ ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് കിട്ടും. ഒരു 2 ട്രയാങ്കിളായിട്ടാണ് വരിക. അതായത് നമ്മളെ ഡയമണ്ട് ഷേപ്പായിട്ട് നമുക്ക് ആ ഒരു സെൻറ്റർ പാർട്ട് കിട്ടും. ഓരോ പീസും നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഇതാ കണ്ടോ, ഒരു ഡയമണ്ട് ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ലാസ്റ്റ് റൗണ്ട് വരുമ്പോൾ നമുക്കിതാ ഏകദേശം നമ്മൾ ആ ഒരു ഡോയിലിൻ്റെ വർക്ക് കഴിയാനായി ലാസ്റ്റ് റൗണ്ടും കൂടെ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കത് ഫസ്റ്റത്തെ സ്പേസിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ സെൻറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളവിടെ സ്ലിപ്പ് ഇട്ടിട്ട്
തൽക്കാലം അവിടെ ലാസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. സ്ലിപ്പ് ഇട്ടിട്ട് നമ്മൾ ആ ചെയിൻ സ്പേസിലേക്ക് കൊണ്ടുവരിക. അവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അതായത് നമ്മൾ സ്ലിപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഒരു ചെയിൻ ചെയ്യാം, ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. നെക്സ്റ്റ് സ്പേസിൽ നമ്മൾ 8 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 8 ഡബിൾ ക്രോഷ്യേഴ്സ് ആ അടുത്ത ചെയിൻ സ്പേസിൽ, ആ 2 ചെയിൻ സ്പേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 8 ഡബിൾ ക്രോഷ്യയും ഒരു ചെയിന് വരുന്ന സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ. അങ്ങനെ 8 ഡബിൾ ക്രോഷ്യൻ്റെ സെറ്റ് നമുക്ക് ഇതിൽ കിട്ടും. അപ്പം നമുക്ക് ഓരോന്നും ചെയ്തിട്ട് വരാം. നമ്മൾ ആ 8 ഡബിൾ ക്രോഷ്യ ചെയ്യുക. നെക്സ്റ്റ് സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നെ 8 ഡബിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ, അങ്ങനെ ആ ഒരു പീസിൻ്റെ അവിടെ ചെയ്തെടുക്കുക. ദെൻ വീണ്ടും നമ്മൾ ഡിക്രീസ് 3 ഡബിൾ ക്രോഷ്യ കൂടെ ടുഗദർ ചെയ്യുക. ദെൻ ഒരു സിംഗിൾ ക്രോഷ്യ, വീണ്ടും 8 DC, അങ്ങനെ അങ്ങനെ നമ്മൾ ആ റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഉണ്ടോ, നമ്മളത് ആദ്യം ആ 8 ഡബിൾ ക്രോഷ്യേഴ്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ആ ഡിക്രീസ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആ 3 ഡബിൾ ക്രോഷ്യയും കൂടെ ഒരൊറ്റ ഡബിൾ ക്രോഷ്യ ആയിട്ട് ചെയ്യാം. ഫസ്റ്റത്തേൽ നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് വെക്കുക. സെക്കൻഡത്തേൽ നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. തേർഡ് ഹാഫ് ഡബിൾ ക്രോഷ്യ, പിന്നെ ആ ഹോൾ ലൂപ്പ് കൂടെ നമ്മൾ ഒന്നായിട്ട് എടുക്കുക. നമുക്ക് ഒറ്റ ഡബിൾ ക്രോഷ്യ ആയിട്ട് അത് മാറും. ഒരു ചെയിൻ ഇടുക. ദെൻ വീണ്ടും ഒരു അടുത്ത ചെയിൻ സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ദെൻ 8 ഡബിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ, 8 ഡബിൾ ക്രോഷ്യ, അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. നമ്മളെ ഡോയിലിൻ്റെ ഏകദേശം റൗണ്ട്സൊക്കെ കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ഡോയിലി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പാറ്റേൺ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു പാറ്റേണുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു.